ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രസൻറ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ലേ. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ ഫാദർ? നിങ്ങളുടെ ഫാദർ എവിടെ? അപ്പം നിങ്ങൾ എന്നോട് പറയാണ്, എൻ്റെ ഫാദർ പുറത്ത് പോയിട്ടുണ്ട്. എന്താണ് എൻ്റെ ഫാദർ പുറത്ത് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ ഫാദർ പുറത്താണ് എന്നർത്ഥം അല്ലേ. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇത് ഹാവ് ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം വന്നിരിക്കണം. എന്താണ് ഹാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെയോ വെർബ് തേർഡ് ഫോം വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുകയുള്ളൂ. ക്ലിയർ? ഹാവ് ഹാസ് പ്ലസ് വെർബ് തേർഡ് ഫോം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, എന്താണ് ഒരു പ്രവൃത്തി കഴിഞ്ഞു, ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്, ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രസൻറ്റിൽ അത് കണക്ഷനാണ്, അതിൻ്റെ ഒരു കണക്ഷൻ പ്രസൻറ്റിലുണ്ട്. മൈ ഫാദർ ഹാസ് ഗോൺ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ പുറത്ത് പോയിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ ഫാദർ പുറത്താണ്. ഇനി എൻ്റെ ഫാദർ തിരിച്ചു വന്നു വിചാരിക്കുക, എൻ്റെ ഫാദർ തിരിച്ചു വന്നെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയില്ല മൈ ഫാദർ ഹാസ് ഗോൺ ഔട്ട്സൈഡ് പറയാൻ കഴിയില്ല. അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സിമ്പിൾ പാസ്, മൈ ഫാദർ വെൻറ്റ് ഔട്ട്സൈഡ്, എൻ്റെ ഫാദർ പുറത്ത് പോയിരുന്നു. ഇപ്പോഴെവിടെയാണ്? ഇപ്പോൾ പുറത്താണോ? അല്ല, ഇപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നെങ്കിൽ എന്ന് പറയേണ്ടി വരും മൈ ഫാദർ വെൻറ്റ് ഔട്ട്സൈഡ്, പോയിരുന്നു. ഇനി തിരിച്ചു വന്നിട്ടില്ല, ഇപ്പോഴും പുറത്താണ് എന്ന് വെച്ചാൽ പ്രസൻറ്റിലും എന്തുണ്ട്, കണക്ഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോഴാണ് പറയാ മൈ ഫാദർ ഹാസ് ഗോൺ ഔട്ട്സൈഡ്, മൈ ഫാദർ ഹാസ് ഗോൺ ഔട്ട്സൈഡ്. ക്ലിയർ? ഇനി നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഹാവ് ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനർത്ഥമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഒന്നാമത്തെ കോളം എന്ന് പരിചയപ്പെടാം, അതാണ് ഐ യു ദേ വി. എന്താണ്? പ്ലൂറൽ ഫോമാണ് ഐ യു ദേ വി. ഇതിൻ്റെ കൂടെ നമുക്ക് ഹാവ് ആണ് ചേർക്കേണ്ടത്. ക്ലിയർ? ഇങ്ങനെ ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, അതുപോലെ വി ഹാവ്. ഇനി ഹാവിൻ്റെ നെഗറ്റീവാണ് ഹാവൻറ്റ്, ഹാവ് നോട്ട് എന്നുപോലെ, ഹാവ് നോട്ട്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹാവൻറ്റ്. ഐ ഹാവൻറ്റ്, യു ഹാവൻറ്റ്, ദേ ഹാവൻറ്റ്, വി ഹാവൻറ്റ്. അതുപോലെ ഹി സിംഗുലർ ആണെങ്കിൽ അവിടെ ഹാവ് അല്ല ഉപയോഗിക്കുക, എന്താണ് ഹാസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ ഹാസിൻ്റെ നെഗറ്റീവാണ് ഹാസൻറ്റ്. ഹി ഹാസൻറ്റ്, ഷീ ഹാസൻറ്റ്, അതുപോലെ ഇറ്റ് ഹാസൻറ്റ്. ഓക്കെ, ഇനി അടുത്താണ് ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ബോക്സ് ആണ്. ഇത് ആഡ്വർബാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം, കുഴപ്പമില്ല. ഓൾറെഡി എന്ന് പറയുന്ന അർത്ഥം നേരത്തെ അല്ലെങ്കിൽ മുമ്പേ, ആദ്യമേ. ഞാൻ ആദ്യമേ അവനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കാം. അതുപോലെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറയില്ല, ഞാൻ ഇപ്പോൾ കൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ പോയിട്ടുള്ളൂ എന്ന് പറയും. അതുപോലെ റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ അടുത്തായി ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അതുപോലെ നെവർ, ഒരിക്കലുമില്ല. അതുപോലെ എവർ എന്ന് പറഞ്ഞാലോ എപ്പോഴെങ്കിലും എന്നർത്ഥം, അതാണ് എപ്പോഴെങ്കിലും. അപ്പോൾ എവർ എന്ന് പറയുന്ന വേർഡിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്താണ് നമ്മുടെ നാലാമത്തെ ബോക്സ് ആണ്, വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഹാവ് ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിച്ചാലേ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം വരികയുള്ളൂ പ്രസന്റ് പെർഫെക്റ്റ്. ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ് ഗോൺ, പോയിട്ടുണ്ട്. കമ്മിൻ്റെ തേർഡ് ഫോമാണ് കം. ഓക്കെ, കം, കെയിം, കം. വെർ ഫസ്റ്റ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. അതുപോലെ സീ, കാണുക അല്ലെ, സീ കണ്ടുകൊണ്ട് കാണുക, ജസ്റ്റ് കാണുക. അതിൻ്റെ തേർഡ് ഫോമാണ് സീൻ, കണ്ടിട്ടുണ്ട്. മീറ്റിൻ്റെ തേർഡ് ഫോമാണ് മെറ്റ് എന്ന് പറയുന്നത്, കണ്ടുമുട്ടുക എന്നാണ്, ഫേസ് ടു ഫേസ് കണ്ടുമുട്ടുക. അതുപോലെ ബി യു വൈ, ബൈ, വാങ്ങുക. അതിൻ്റെ തേർഡ് ഫോമാണ് ബോട്ട്. അതുപോലെ BRING, ബ്രിങ്, കൊണ്ടുവരിക. അതിൻ്റെ തേർഡ് ഫോമാണ് ബ്രോട്ട്. അതുപോലെ ടേക്കിൻ്റെ തേർഡ് ഫോം ടേക്കൺ, പ്ലേ, പ്ലേഡ്, ഈറ്റ്, ഈറ്റൺ, കഴിക്കുക. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, കുടിച്ചിട്ടുണ്ട്. അതുപോലെ റീച്ച്ഡ്, റീച്ച്, എത്തുക, റീച്ച്ഡ്, എത്തിയിട്ടുണ്ട്. ഗെറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെർബാണ്, ഗെറ്റ്, GET, ഗെറ്റ്. അതിന് തേർഡ് ഫോമാണ് ഗോട്ട്. അതുപോലെ റൈറ്റ്, റോട്ട്, റിട്ടൺ, എന്താണ് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. സേ, സെറ്റ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, ഡു, അതുപോലെ ഡൺ. ഇനി ഇതൊക്കെ എന്താണ്? ഇത് നമ്മൾ ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ എഴുതി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഗോൺ ഉപയോഗിക്കുകയാണ്, പോയിട്ടുണ്ട്. എവിടെ? ടു ദ മാർക്കറ്റ്, ടു സ്കൂൾ, ഔട്ട്സൈഡ്, എന്ത് പറയാം. ഓക്കെ, നമ്മൾ ഏത് വെർബാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കുക.
പറയാം. ഇനി ഇവിടെയും ഉണ്ട് മഞ്ഞ കളർ കാണാൻ കഴിയും. ഇതും ആഡ്വർബാണ്, ഇതും ആഡ്വർബാണ്. ടൈമിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കുകയാണെങ്കിലോ പിന്നെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു തരുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. ഞാൻ പറയുകയാണ്, ഞാൻ പുറത്ത് പോയിട്ടുണ്ട്. ഞാൻ പുറത്ത് പോയി. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫോൺ വിളിക്കുന്നു. ഹലോ, എടാ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, നീ എവിടെ? അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ പുറത്ത് പോയല്ലോ, ഞാൻ പുറത്ത് പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടുണ്ടെന്ന് പറയും. അപ്പം പറയാം, ഐ ഹാവ് ഗോൺ ഔട്ട്സൈഡ്. ഐ ഹാവ് ഗോൺ ഔട്ട്സൈഡ്. ഐ ഹാവ് ഗോൺ ഔട്ട്സൈഡ്. ഞാൻ പുറത്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ട് എന്നായി. ഇനി ഞാൻ ഇങ്ങോട്ട് പറയണേ, ഹലോ, നമ്മൾ ഒരുമിച്ച് മാർക്കറ്റിൽ പോയാലോ? അപ്പം നിങ്ങൾ പറയണം, ഞാൻ ആദ്യമേ പോയി, ഞാൻ ആദ്യമേ മാർക്കറ്റിൽ പോയിട്ടുണ്ട്, ഞാനിപ്പോഴും മാർക്കറ്റിലാണ്, ഞാൻ ആദ്യമേ പോയിട്ടുണ്ട് അവിടെ മുന്നേ തന്നെ. അങ്ങനെ പറയുമ്പോൾ ഐ ഹാവ് ഓൾറെഡി, ഐ ഹാവ് ഓൾറെഡി ഗോൺ ടു ദ മാർക്കറ്റ്. ഐ ഹാവ് ഓൾറെഡി ഗോൺ ടു ദ മാർക്കറ്റ്. ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറയണത്, ഓ ഞാൻ ഇപ്പോൾ കൊണ്ട് മാർക്കറ്റിൽ പോയിട്ടുള്ളൂ, ഞാൻ ഇപ്പോൾ മാർക്കറ്റ് പോയിട്ടുള്ളൂ. പറയാ, ഐ ഹാവ് ജസ്റ്റ് ഗോൺ ടു ദ മാർക്കറ്റ് ആണ്. ഐ ഹാവ് ജസ്റ്റ് ഗോൺ ടു ദ മാർക്കറ്റ്. നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാതെ അത് ഉപയോഗിക്കാം, ജസ്റ്റ് നൗ. അപ്പോൾ ജസ്റ്റ് നൗ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കരുത്. ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ് ജസ്റ്റ് നൗ. അങ്ങനെയും പറയാം, ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ് ജസ്റ്റ് നൗ. എപ്പോൾ അങ്ങോട്ട് പുറത്ത് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോയിട്ടുള്ളൂ എന്നായി. ഇതുപോലെ നമുക്കൊരു 3-4 എക്സാമ്പിൾ നോക്കാം. അടുത്താണ് ഞാൻ പറയാണ്, ഈ അടുത്തായി ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണം എന്നാണ്. ഈ അടുത്തായി ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഐ ഹാവ്, അല്ലേ, ഐ ഹാവ് സ്റ്റാർട്ടഡ്. ഐ ഹാവ് സ്റ്റാർട്ടഡ്, ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് സ്റ്റാർട്ടഡ്. ഇനി അതിന് മുന്നേ എന്ന് പറയണത് ഈ അടുത്തായി എന്ന് പറയണല്ലോ. അപ്പം എന്ന് പറയാം, ഐ ഹാവ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ്. വെർബില്ലേ, വെർബിൻ്റെ മുന്നെയാണെന്ന് പറയേണ്ടത് കേട്ടോ. എന്താണ്, വെർബിൻ്റെ മുന്നെയാണെന്ന് പറയേണ്ടത്. ഐ ഹാവ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ്. ഐ ഹാവ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ്. ഞാൻ ഈ അടുത്തായി തുടങ്ങിയിട്ടുണ്ട്. എന്ത്? എ ന്യൂ ബിസിനസ്. ഐ ഹാവ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. ഞാൻ ഈ അടുത്തായി ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്നായി. ഇനി അതുപോലെ ഞാൻ പറയാണ്, ഓക്കെ, ഞാൻ പറയണം, അവൾ എന്നെ കണ്ടിട്ടുണ്ട്. അവൾ എന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറയണം. അത് പറയാം. അപ്പോൾ ഷീ ആണല്ലോ. ഷീൻ്റെ കൂടെ ഹാവ് അല്ല വരാ, ഷീ ഹാസ് ആണ്. ഷീ ഹാസ് സീൻ. ഷീ ഹാസ് സീൻ മീ. ഷീ ഹാസ് സീൻ മീ. ഷീ ഹാസ് സീൻ മീ. അവൾ എന്നെ കണ്ടിട്ടുണ്ട്. ക്ലിയർ? ഇനി ഇങ്ങനെയാണെങ്കിലോ, അവൾ ഇപ്പോൾ എന്നെ കണ്ടതേ ഉള്ളൂ. അവൾ ഇപ്പോൾ എന്നെ കണ്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഷീ ഹാസ് ജസ്റ്റ് സീൻ മീ. ഷീ ഹാസ് ജസ്റ്റ് സീൻ മീ എന്നായി. ക്ലിയർ? ഇനി എനിക്ക് പറയണം, അവൾ എന്നെ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയണം. അവൾ ഇതുവരെ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്ന് പറയുമ്പോൾ നമുക്ക് നെവർ ഉപയോഗിക്കാം. ഷീ ആണോ, ഷീ ഹാസ് നെവർ സീൻ മീ. ഷീ ഹാസ് നെവർ സീൻ മീ. അവൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഞാൻ പറയുന്നു, ഒരു എക്സാം പറയാം. റീച്ച്ഡ്. ഓക്കെ, റീച്ച്ഡ്. ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു എവിടെയാണ്? അപ്പോൾ നിങ്ങൾ പറയണേ, ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറയണം. പറയാം, ഐ ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഐ ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പറയാം, ഐ ഹാവ് ഓൾറെഡി റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഞാൻ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഞാൻ മുമ്പേ തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നായി. ഇനി നിങ്ങൾ പറയാം, ഐ ഹാവ് ജസ്റ്റ്, ഉണ്ടോ, ഐ ഹാവ് ജസ്റ്റ് റീച്ച് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിൽ ജസ്റ്റ് എത്തിയുള്ളൂ, ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ അർത്ഥം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, വൈ ആർ യു സോ ഹാപ്പി? നിങ്ങൾ വളരെ ഹാപ്പിയാണല്ലോ, എന്താ കാരണം? അപ്പം ഞാൻ പറയുന്നു, എനിക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും 1000 രൂപയുണ്ട്. അപ്പോൾ പറയാം, ഐ ഹാവ് ഗോട്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടിയിട്ടുണ്ട്? ഐ ഹാവ് ഗോട്ട് 1000 rupees. ഐ ഹാവ് ഗോട്ട് 1000 rupees. എവിടെ നിന്നാണ്? എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഗോട്ട് 1000 rupees ഫ്രം മൈ ഫാദർ ടുഡേ. ഇന്ന് എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ട് എന്നായി.
ക്ലിയർ? ഇനി നമുക്ക് കാര്യം ചെയ്യാം, കുറച്ച് നെഗറ്റീവ് നോക്കാം. ഓക്കെ, നെഗറ്റീവുകൾ. അതുപോലെ ഇവിടെ കാണാൻ പറ്റും സോ ഫാർ, ടിൽ നൗ. ഞാൻ പറയാണ്, നിങ്ങൾ ഇതുവരെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്? നിങ്ങൾ ഇതുവരെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾ പറയാണ് എന്ത്? ഞാൻ ഇതുവരെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ പറയാം ഐ ഹാവ് മെയ്ഡ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് 10 ക്വസ്റ്റ്യൻസ്. ഐ ഹാവ് മെയ്ഡ് 10 ക്വസ്റ്റ്യൻസ് സോ ഫാർ. ഉണ്ടോ? സോ ഫാർ, ഇതുവരെ ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല ഇങ്ങനെ പറയാം, ഐ ഹാവ് മെയ്ഡ് 10 ക്വസ്റ്റ്യൻസ് ടിൽ നൗ. ഇതുവരെ ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് പറയാൻ കഴിയില്ല, യെറ്റ്. എന്താ കാരണം? യെറ്റ് നമ്മൾ ഉപയോഗിക്കുക നെഗറ്റീവിലാണ്. എന്താണ്? നെഗറ്റീവിലാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇത് നോക്കിയാലോ, എവർ. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ എവർ യൂസ് ചെയ്യുന്നത് 2 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. ഒന്നാമതാണ്, നമ്മൾ എപ്പോഴെങ്കിലും ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ മീ? നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോൺ ദെയർ? അല്ലെങ്കിൽ ഹാവ് യു എവർ ഗോൺ ഓവർ ദെയർ? ഇതുപോലെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കും പ്രസന്റ് പെർഫെക്റ്റിൽ എവർ ഉപയോഗിക്കും. രണ്ടാമതായിട്ട് നമ്മൾ എവർ ഉപയോഗിക്കുകയാണ് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാധനത്തെക്കുറിച്ചോ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു? കമ്പാരിസൺ നടത്തി, അല്ലേ? അപ്പോൾ യു ആർ ദ ബെസ്റ്റ് മാൻ, അല്ലെങ്കിൽ യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ, യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ. കേട്ടോ, ഐ ഹാവ് എവർ സീൻ. ഇവിടെ ഞാൻ എവർ ചെയ്തു, എവർ ചേർത്ത് പറഞ്ഞു. എന്താ കാരണം? ഞാൻ ഇവിടെ കമ്പാരിസൺ നടത്തുകയാണ്. നിങ്ങളെയും മറ്റുള്ളവരെയും തമ്മിൽ എന്ത് ചെയ്തു? കമ്പാരിസൺ നടത്തി. അങ്ങനെ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോഴാണ് നമ്മൾ എവർ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റിൽ. ഞാൻ പറയാണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഐ ഹാവ് എവർ സീൻ. ആ ബിൽഡിംഗ് ആണ് ഞാൻ കണ്ടിൽ വെച്ച ഏറ്റവും നല്ല മനോഹരമായ ബിൽഡിംഗ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സാധനത്തെയോ കമ്പാരിസൺ നടത്തുമ്പോഴാണ് നമ്മൾ എവർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് 2-3 നെഗറ്റീവ് നോക്കാം. നെഗറ്റീവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുവരെ എന്നുള്ള അർത്ഥത്തിന് നമ്മൾ എറ്റാണ് ഉപയോഗിക്കാം. ഓക്കെ, ഉദാഹരണം പറയാണ്, ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടോ? അപ്പോൾ നെഗറ്റീവ് വരണം ഐ ഹാവൻറ്റ്. എന്താ പറയുക? ഐ ഹാവൻറ്റ് സീൻ ഹിം, അല്ലേ? ഐ ഹാവൻറ്റ് സീൻ ഹിം യെറ്റ്. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. ഇനി ഞാൻ പറയാണ്, ഓഹോ സമയം ഒരുപാടായല്ലോ, ഇതുവരെ അവൾ ഇവിടെ വന്നിട്ടില്ല. ഇതുവരെ അവൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയും? കണ്ടോ? ഷീ ഹാസൻറ്റ്. എന്താ പറയുക? ഷീ ഹാസൻറ്റ്. ഷീ ഹാസൻറ്റ് കം. ഷീ ഹാസൻറ്റ് കം ഓവർ ഹിയർ യെറ്റ്. എന്താണ്? ഷീ ഹാസൻറ്റ് കം ഓവർ ഹിയർ യെറ്റ്. ഷീ ഹാസൻറ്റ് കം ഓവർ ഹിയർ യെറ്റ്. അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്നായി. ക്ലിയർ? ഇനി ഞാൻ പറയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഹി ഹാസൻറ്റ് ഡൺ എനിത്തിങ് ഫോർ യു. ഹി ഹാസൻറ്റ് ഡൺ എനിത്തിങ് ഫോർ യു യെറ്റ്. അവൻ ഇതുവരെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നായി. ക്ലിയർ? ഇനി ആണോ നമ്മൾ നെഗറ്റീവ് എഴുതാനും പഠിച്ചു, അല്ലേ? നെഗറ്റീവ് പറയാനും പഠിച്ചു. ഇനിയാണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഹാവ് ഉണ്ടല്ലോ, ഹാവ് അല്ലെങ്കിൽ ഹാവ് നെഗറ്റീവ്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സബ്ജക്റ്റിൻ്റെ മുന്നേ പറയാം. അപ്പം ഞാൻ പറയാണ്, നിങ്ങൾ അവിടെ എത്തിയോ? ഹലോ, നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയോ? നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയോ എന്ന് പറയാം. ഹാവ് യു ഉണ്ടോ? ഹാവ് ആദ്യം പറയാം, എന്നിട്ടാണ് യു പറയാൻ. ഇത് ഇങ്ങോട്ട് വരണം. ഹാവ് യു റീച്ച്ഡ് ദ സ്റ്റേഷൻ? നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയോ എന്നായി. നിങ്ങൾ സ്റ്റേഷനിൽ എത്തിയോ? ക്ലിയർ? ഇനി ഞാൻ പറയാണ്, അവൾ വന്നിട്ടുണ്ടോ? അവൾ വന്നോ ചോദിക്കണം. ഹലോ, അവൾ വന്നോ പറയാം. അപ്പോൾ ഹാസ് ഷീ കം? അവൾ വന്നോ? അല്ലെങ്കിൽ അവൾ വന്നിട്ടുണ്ടോ? ഹാസ് ഷീ കം? അല്ലെങ്കിൽ അവൾ പുറത്ത് പോയിട്ടുണ്ടോ? അവൾ പുറത്ത് പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഹാസ് ഷീ ഗോൺ ഔട്ട്സൈഡ്? അവൾ പുറത്ത് പോയിട്ടുണ്ടോ? അല്ല അവൻ പുറത്ത് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഹാസ് ഹി ഗോൺ ഔട്ട്സൈഡ്? നമ്മളിതുപോലെ സാധാരണ ഏറ്റവും കൂടുതൽ യു ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക, അല്ലേ? യുവിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയാം ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തോ? ഓക്കെ. ഹലോ, ഹാവ് യു കം? നീ വന്നോ?
ഹാവ് യു ഗോൺ? നീ പോയോ? ഹാവ് യു ഈറ്റൺ എനിത്തിങ്? ഹാവ് യു ഈറ്റൺ എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ കാര്യം. ക്ലിയർ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. താങ്ക് യു എവരിവൺ.